നക്ഷത്ര വഴികളിലൂടെ നടന്ന് 17-ാം ദിവസത്തിൽ നാം എത്തി. ഇന്ന് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട വല്യമ്മന്മാരെയും വല്യമ്മമാരെയും മുതിർന്ന വയോജനങ്ങളെയും ഓർമ്മിക്കാം. പുതുതലമുറയ്ക്ക് വെളിച്ചവും വഴികളും കാണിച്ചു തന്ന മാർഗദീപങ്ങളാണവർ. പക്ഷേ ഈ ആധുനിക യുഗത്തിൽ അനിയന്ത്രിതമായ കുടിയേറ്റം കാരണം അവർ അർഹിക്കുന്ന പരിഗണന ലഭിക്കാതെ പോകുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ശിമയോനെയും അന്നയെയും നമ്മൾ കാണുന്നു. കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുവാനായിട്ട് സന്തോഷത്തോടും പ്രാർത്ഥനയോടും ദേവാലയത്തിൽ ആയിരുന്നവർ ആണ് അവർ. വളരെയധികം കാലഘട്ടങ്ങൾ കുടുംബത്തിനു വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും കത്തിയെരിഞ്ഞ മെഴുകുതിരികളായ മുതിർന്ന തലമുറയിലെ പൗരന്മാർ പലപ്പോഴും പല വീടുകളിലും തനിയായിരിക്കുന്ന അവസ്ഥയിൽ എത്തി നിൽക്കുന്നു. അവരെ കരുതലോടെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും ഒപ്പം തന്നെ അവർക്ക് ആവശ്യമായ മാനസികവും ആത്മീയവുമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്തം നമുക്ക് ഉള്ളതാണ്. എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. യുവാക്കൾ ദർശനങ്ങൾ ഉണ്ടാകും. ജോയൽ 2:28. ആത്മാവിനാൽ നിറഞ്ഞ വൃദ്ധന്മാർ കണ്ട സ്വപ്നങ്ങൾ ഫലങ്ങളാണ് നമ്മുടെ തലമുറ ഇപ്പോൾ അനുഭവിക്കുന്നത്. നമുക്കിന്ന് പ്രത്യേകമായി ഒരു കരുണക്കൊന്ത ചൊല്ലി മുതിർന്ന തലമുറയിലെ എല്ലാവർക്കും വേണ്ടി കാഴ്ചവെക്കാം.